മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം തുടരാം എന്നുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സഹായകരമാണ്. മുനമ്പത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എന്തെല്ലാം നടപടികളാണ് സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുക എന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരുന്നത്. അത് വഖഫാകാം, വഖഫ് അല്ലാതാകാം, ഏതു സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിൽ പോലും വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ നിയമപരമായ അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവരവിടെ നിന്ന് കുടിയിറക്കില്ല എന്ന കാര്യം നേരത്തെ തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല, അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനെങ്ങനെയാണ് കഴിയുക? ഇതാണ് ഗവൺമെന്റ് കമ്മീഷൻ നിയമിക്കുമ്പോൾ ആ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ശ്രമം നടത്താൻ പോലും സർക്കാരിന് അധികാരമില്ല എന്ന നിലപാടായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിച്ചത്. എന്ന് മാത്രമല്ല, ഈ ലാൻഡ് ഒരു വഖഫ് ലാൻഡാണ് എന്ന തരത്തിൽ കോടതികളുടെ തീരുമാനം ഉള്ളതുൾപ്പെടെ കാര്യങ്ങൾ ഹൈക്കോടതി വിധിക്കകത്ത് പരാമർശിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരം ചില സങ്കീർണതകൾ ഹൈക്കോടതി വിധി സിംഗിൾ ബെഞ്ചിന്റെ വിധി സൃഷ്ടിച്ചിരുന്നു. അതുകൊണ്ടാണ് ഉടൻ തന്നെ അപ്പീൽ പോകണം എന്ന നിലപാടിലേക്ക് സർക്കാർ വന്നത്. അതിപ്പോ ഹൈക്കോടതി അപ്പീൽ സ്വീകരിച്ചിരുന്നു. അപ്പീലിൽ വാദം കേട്ട് വിധി പറയുന്നതിന് സമയമെടുക്കും എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് വിധി വരുന്നത് വരെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം, ഈ സിംഗിൾ ബെഞ്ചിന്റെ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ തുടരാൻ അനുവദിക്കണം എന്നുള്ള ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ മുൻപിൽ വച്ചത്. ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ അത് അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത് സഹായകരമാകും. അതിവേഗത്തിൽ തന്നെ കമ്മീഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് നൽകാൻ പറയുന്നത് ഫെബ്രുവരിയാണ്. ഇന്നിപ്പോ ഈ മെയ് 30 വരെയാണ് സമയം. അതിനിടയിൽ ഇത് പൂർത്തിയാക്കാനുള്ള കമ്മീഷന്റെ ഈ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമോ? അല്ല, അതിപ്പോ എന്തായാലും വിധിയുടെ ഭാഗമായിട്ട് കമ്മീഷന്റെ പ്രവർത്തനം നമ്മൾ ഉദ്ദേശിച്ച സമയം അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ കമ്മീഷനാണ് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം പറയേണ്ടത്. കമ്മീഷന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനാണ് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത്. ഇപ്പോ അവർക്കിനി സമയം വേണ്ടിവരോ, പരമാവധി സമയത്തിനകത്ത് തന്നെ പൂർത്തീകരിക്കണം എന്നതാണ് നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശം. എന്തായാലും ജൂണോടുകൂടിയായിരിക്കും അപ്പീലിലെ വിധി ഫൈനൽ വെർഡിക്റ്റ് വരുന്നത്. അതിന് വിധേയമായിട്ടായിരിക്കും മറ്റു കാര്യങ്ങളിലേക്ക് എത്തുക. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി കൊണ്ടുപോകുന്നതിന് ഒരു അനുകൂലമായ സാഹചര്യം ഈ ഡിവിഷൻ ബെഞ്ച് വിധിയോടുകൂടി സംജാതമായിട്ടുണ്ട്. മുനമ്പത്തെ ജനതയ്ക്ക് സർക്കാർ നൽകാൻ കഴിയുന്നത് ഒരു നിയമപരമായിട്ടുള്ള പരിരക്ഷ മാത്രമാണ്. ഈ ലാൻഡിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫറോക്ക് ലാൻഡ് പകരം നൽകുമോ, സർക്കാർ പകരം നൽകുമോ, അങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്നത് ഒരു സങ്കീർണത നിലനിൽക്കുന്നില്ല ഈ വിഷയത്തിൽ. സങ്കീർണത ഉള്ളതുകൊണ്ടാണല്ലോ കമ്മീഷൻ വെച്ച് 10 മിനിറ്റിന്റെ ഇൻസ്റ്റാന്റ് പരിഹാരം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കമ്മീഷനെ വെച്ച് പഠിക്കാൻ തീരുമാനിച്ചത്. ജനതയ്ക്ക് നിയമപരമായിട്ടുള്ള പരിരക്ഷ മാത്രമായിരിക്കും സർക്കാർ നൽകാൻ സാധിക്കുക, അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? അല്ല, നിയമപരമായ പരിരക്ഷ അല്ലാതെ പിന്നെ ഏത് പരിരക്ഷയാണ് ഉദ്ദേശിക്കുന്നത്? ഭൂമിയുടെ കാര്യത്തിലുള്ള ഒരു ആശങ്കയാണ്. ഇപ്പൊ വഖഫ് പോലൊരു ബില്ലൊക്കെ വന്ന സ്ഥിതിക്ക് ആ ബില്ലിലെ വിഷയങ്ങളൊക്കെ ഒന്നുകൂടെ ഒരു സങ്കീർണതയായില്ലേ കാര്യങ്ങൾ? നിങ്ങൾ ചോദ്യം വ്യക്തമായില്ല. നിയമപരമായ പരിരക്ഷ എന്ന് പറഞ്ഞാൽ ടേംസ് ഓഫ് റെഫറൻസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്ത് നിയമപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തണം. അതല്ലാതെ ഏതാണ് റിലീഫ്? അല്ല, ഇവരുടെ ചോദ്യം കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നിലവിൽ അവർക്ക് അവർ പറയുന്നത് ഈ കമ്മീഷനെ വെച്ചില്ല എങ്കിൽ പോലും ഈ വിഷയങ്ങൾ നേരത്തെ പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. എങ്ങനെയാ? ഇപ്പോ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് തന്നെ പറവൂർ കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇത് വഖഫ് ഭൂമിയാണെന്ന് എന്നാണ് ഹൈക്കോടതി ഇപ്പൊ വിധി തന്നെ പറഞ്ഞത്, സിംഗിൾ ബെഞ്ചിന്റെ. അതുൾപ്പെടെയാണല്ലോ അപ്പീൽ പോയിരിക്കുന്നത്. അതല്ലാതെ എന്താ പരിഹാരം? കമ്മീഷൻ വന്നില്ലായിരുന്നെങ്കിലും അല്ല, വന്നില്ലാതെ എങ്ങനെ പരിഹരിക്കാൻ കഴിയാം? വന്നില്ലായിരുന്നെങ്കിലും സർക്കാരിന് പരിഹരിക്കാൻ അല്ല, എങ്ങനെ പരിഹരിക്കാൻ കഴിയാം? ഹൈക്കോടതി തീരുമാനം വന്നതിന് ശേഷം രാവിലെ അങ്ങനെയാണ്. അല്ല, എന്നുവെച്ചാൽ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട എന്താണ് പരിഹാരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സഹായകരാവുമല്ലോ. ഇതല്ലാതെ എന്താണ് പരിഹാരം എന്ന് ചോദിച്ചു. അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതിപ്പോ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ തുടർ നടപടികൾ എടുക്കുന്നതിന് ഹൈക്കോടതിയുടെ കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിൽ എന്തെങ്കിലും നടപടി പ്രസ്താവിച്ചു കൊടുക്കാൻ കഴിയില്ല. ഈ ഹൈക്കോടതിയുടെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചാലും അതിന്റെ അടുത്ത ഘട്ടം കോടതി വന്ന ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ല, ഇപ്പൊ നമ്മൾ ഇടക്കാലായിട്ടാണല്ലോ. എന്നുവെച്ചാൽ നമ്മളൊരു സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നു, അപ്പൊ നമ്മൾ അപ്പീൽ കൊടുത്തു. അപ്പീൽ കേട്ട് തീരുമാനം വരുന്നതുവരെ കമ്മീഷന്റെ പ്രവർത്തനം നിർത്തിവെക്കുമ്പോൾ അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടും.
നമ്മളിപ്പോ അപ്പീലിന്റെ വിധി വരുന്നത് വരെ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണം, ഇപ്പോഴത്തെ വിധി അതുവരെ സ്റ്റേ ചെയ്യണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ഒരു ഇടക്കാല ഉത്തരവിന് വേണ്ടി സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ച് എല്ലാ വർഷവും പരിശോധിക്കുമല്ലോ. വളരെ ഗൌരവമായ കണ്ടെത്തലുകളാണെങ്കിൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അവസാന വിധി വരട്ടെ എന്നായിരിക്കും അവർ തീരുമാനിക്കുക. ഇപ്പൊ എന്തായാലും ഈ വശങ്ങളെല്ലാം പരിശോധിച്ചിട്ട് പ്രവർത്തനം തുടരാനുള്ള അനുമതി നൽകിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അതാണ് പരമാവധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പറയുന്നത് നിൽക്കട്ടെ, അവസാന വിധി വരട്ടെ എന്നാണ് സാധാരണ നമ്മുടെ ഈ ഇടക്കാല ഉത്തരവിനുള്ള നമ്മുടെ നിഷേധിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾ ഇടക്കാല ഉത്തരവിനുള്ള നമ്മുടെ അപേക്ഷ അത് റിലവന്റ് ആണ് എന്ന് പ്രഥമ ദൃഷ്ട്യാ തോന്നിയത് കൊണ്ടാകണം ഹൈക്കോടതി, ഞാൻ വിധിയുടെ ഇപ്പോഴത്തെ മുഴുവൻ വായിച്ചില്ല, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൌകര്യം വേഗത്തിൽ തന്നെ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വരും. ആ വിധിക്കനുസരിച്ച് മറ്റു കാര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ പാർലമെന്റ് കിടക്കുന്നത് നിയമമാവുകയും രാഷ്ട്രപതി ഒപ്പുവെക്കുകയും നിയമമാവുകയും ചെയ്യും. അതിന്റെ BJP വലിയ തരത്തിൽ ഇതിനെ മുൻപ് വിഷയമാണ് വക്കഫായിട്ട് BJP ഉയർത്തി കാണിച്ചത്. അതിനിടയിൽ ഇങ്ങനെ ഒരു വിധി വരുന്നത് കേരളത്തിന് വലിയ ആശ്വാസമാണ്. വിധി ആശ്വാസകരം തന്നെ. പക്ഷെ ഇപ്പൊ മുനമ്പം വക്കഫ് മാത്രമല്ല എന്നുള്ളത് ഓർഗനൈസറുടെ ലേഖനം വ്യക്തമാക്കിയല്ലോ. വക്കഫിനേക്കാൾ കൂടുതൽ ഭൂമി ഉള്ളത് ക്രിസ്ത്യൻ പള്ളികൾക്കാണ്. സ്ഥാപനങ്ങളുള്ളത് ഇത്രയാണ്. 20,000 കോടി രൂപയുടെ ഭൂമി ക്രിസ്ത്യൻ പള്ളികളുടെ കയ്യിലുണ്ട് എന്ന് RSSന്റെ മുഖപത്രം വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പൊ അവരുടെ ഒരു സമഗ്ര പദ്ധതിയുടെ ഭാഗം മാത്രമാണ് ഈ വഖഫ് ബില്ല് എന്നുള്ളത്. അത് ഇവിടെ ഈ പ്രശ്നം അനുഭവിക്കുന്നവർ ഇപ്പൊ വർഷങ്ങളായി താമസിക്കുന്നു. പണം കൊടുത്ത് അവർ വാങ്ങിയ ഭൂമി, ആ ഭൂമിയെ താമസിച്ചിരിക്കുന്ന ആളുകൾക്ക് എന്ത് ഇങ്ങനെ പ്രശ്നം വരുമ്പോ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം കിട്ടുമോ എന്ന് അവർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. അവർ ഇതിൽ നിന്നൊരു ആശ്വാസം കിട്ടും, ഏതിൽ നിന്ന് ആശ്വാസം കിട്ടുമെന്ന് അവർ കരുതിയാലും അവരപ്പോ അതിനെ സംബന്ധിച്ച് മാത്രം കണ്ട് ആഹ്ലാദം പ്രകടിപ്പിക്കും. പക്ഷെ ഇതുവരെ ഒരു നിയമവിദഗ്ധരും ഈ നിയമം കൊണ്ട് മുനമ്പത്തിന് എങ്ങനെ ഒരു റിലീഫ് കിട്ടുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. BJP നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല. ഇത് യൂസർ കൈവശം വച്ചിരിക്കുന്ന വഖഫ് ലാൻഡിൽ പോലും ഇത് നിയമം വരുന്നതിന് ശേഷം മാത്രമേ മറ്റു കാര്യങ്ങൾക്ക് അവിടെ പ്രാബല്യമുള്ളൂ എന്ന് വകുപ്പ് കൃത്യമായി ഇപ്പോ കമ്മിറ്റിയുടെ ശുപാർശയ്ക്ക് ശേഷം വന്ന ബില്ല് ഫാക്ടായിപ്പോ അതിനകത്ത് കാണുകയുണ്ടായി. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ളത് 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം. 6 മാസം കഴിഞ്ഞ് പിന്നീട് വേണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ അത്തരം ഭൂമിക്ക് പോലും അവകാശം നൽകിയിട്ടുണ്ട്. ആകെ ട്രസ്റ്റിന്റെ ഡെഫിനിഷന്റെ വ്യാഖ്യാനത്തിനകത്ത് മാത്രമാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ നിയമം മുനമ്പത്തെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കേരളത്തിൽ നടക്കുന്ന ശ്രമം മാത്രമാണ്. അതിപ്പോ നിയമം വരുമ്പോൾ നമുക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടത് ഏത് സ്വഭാവത്തിലുള്ള ഭൂമിയാണെങ്കിലും ഗവൺമെന്റിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. വഖഫാകാം, വഖഫ് അല്ലാതാകാം. എങ്ങനെയാണെങ്കിൽ പോലും അവിടെ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിയമപരമായിട്ടുള്ള ഭൂമിയിലുള്ള അവകാശം ഉറപ്പുവരുത്തണം. അതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. കമ്മീഷൻ നിയോഗിച്ച സമയം മുതൽ തന്നെ വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തു നിന്നും മറ്റ് ഈ ക്രൈസ്തവ ന്യൂനപക്ഷ മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്ന് പോലും ചില വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇത് നിയമസഭയിൽ ഉള്ളതാണോ, ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്, സർക്കാരിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള വിമർശനമൊക്കെ ആദ്യകാലത്ത് ഉയർന്നു വന്നിരുന്നു. ആ വിമർശനങ്ങൾക്ക് മറുപടിയായിട്ട് ഇപ്പോൾ കോടതിയെ കാണാം. അപ്പോൾ ഇതിന് തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? അല്ല, അങ്ങനെയല്ല. അവരെല്ലാം സഹകരിച്ചാണ് തരുന്നത്. കാരണം ഇപ്പോ അവിടുത്തെ മുനമ്പം സമരത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളും അവിടെ ഭൂമിയുടെ ഉടമസ്ഥയുള്ള ആളുകൾ അവരെല്ലാവരും കമ്മീഷനുമായിട്ട് സഹകരിച്ചിട്ടാണ് വരുന്നത്. അവർ കമ്മീഷനെ കണ്ടിരുന്നു, കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രതീക്ഷയിലാണ് അവർ നിന്നിരുന്നത്. ആ ഘട്ടത്തിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നത്. ഇവിടെ ഇപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോൾ 2 കാര്യം പറഞ്ഞു. ഒന്ന്, മുനമ്പം ഈ പുതിയ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 2 പ്രസക്ത കാര്യങ്ങൾ പറഞ്ഞില്ല. ഒന്ന്, നിസാർ കമ്മീഷൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ്. അത് നിസാർ കമ്മീഷന്റെ രേഖ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഞങ്ങൾക്കൊരു അധികാരമില്ല, വഖഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത്. വഖഫ് ബോർഡിന്റെ തീരുമാനം അദ്ദേഹം പരാമർശിക്കുകയില്ല. വഖഫ് ബോർഡ് പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിലുള്ള ബോർഡാണ് ആ തീരുമാനം എടുത്തത്. അതാണ് ആധികാരികമായി ഇപ്പൊ നിൽക്കുന്ന രേഖ എന്നുള്ളത്. 2, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ പോലും ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള ചില നിലപാടുകൾ ഹൈക്കോടതി പോലും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇൻസ്റ്റാന്റ് പരിഹാര മാർഗങ്ങളില്ല, സങ്കീർണതയുണ്ട്. എല്ലാ വശവും പരിശോധിച്ചുകൊണ്ട് ഭാവിയിലും അവർക്ക് കുഴപ്പമുണ്ടാകാൻ പാടില്ല. ഇപ്പൊ കയ്യടിക്ക് വേണ്ടി ഒരു തീരുമാനമെടുത്ത് പിറ്റേ ദിവസം കുടിയുറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അവർക്ക് നിയമപരമായ അവകാശം പൂർണ്ണമായിട്ടും സംരക്ഷിക്കപ്പെടണം. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനമാണ് കമ്മീഷന്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ ഈ കമ്മീഷന് കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോഴും മുനമ്പം സമരസമിതി സർക്കാരിനെതിരെ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഈ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം
ശേഷം പറയുന്നത് ഈ നിരാഹാര സമരം കൊടുമ്പിരി കൊണ്ടപ്പോഴാണ് സർക്കാർ നിക്കക്കളിയില്ലാതെ കമ്മീഷൻ രൂപീകരിച്ചതെന്നാണ് ഈ വിധി വന്നതിന് ശേഷം പറയുന്നത്. അപ്പൊ സർക്കാരിനെതിരെ വീണ്ടും ആക്ഷേപമാണ്. വീണ്ടും പറയുന്നത് സർക്കാർ ഇത് വിജയിച്ചു, പക്ഷേ ഞങ്ങളുടെ നിരാഹാര സമരത്തിൽ നിക്കക്കളിയില്ലാതെ വന്നപ്പോൾ സർക്കാരിന് കമ്മീഷൻ നിയോഗിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അല്ല, അതിനിപ്പോ എന്താ അവര് സമരം ചെയ്തു, അതൊന്നുള്ള യാഥാർത്ഥ്യമില്ല. അതിനിപ്പോ എന്താ കുഴപ്പം? നിയമപരമായ അവകാശം എന്ന് പറഞ്ഞാൽ എന്താ അവർ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷ സമരസമിതിയല്ലേ പൂർണ്ണമായിട്ട് അതല്ല ഞാൻ പറഞ്ഞത്. നിയമപരമായിട്ട് അവകാശം സംരക്ഷിക്കുക. ഇതിലിപ്പോ യഥാർത്ഥത്തിൽ ചിലര് പറയുന്നുണ്ട് ഇനി പ്രശ്നമില്ല, നിയമം പാസ്സാക്കിയിരുന്നല്ലോ, അപ്പൊ പിന്നെ ഇവർക്ക് കമ്മീഷനൊന്നും ഇനി ആവശ്യമില്ല അങ്ങനെയുള്ളവർക്ക്. കാരണം നിയമം തന്നെ അവർക്ക് സംരക്ഷണം നൽകുമല്ലോ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ നിയമവിദഗ്ധരാകാം, ഇതിന്റെ വക്താക്കളാകാം, പ്രചാരകരാകാം. ഈ വകുപ്പാണ്, ഈ വകുപ്പ് ഇതാ മുനമ്പത്തിന് ഈ പരിഹാരം ഉണ്ടാകും എന്ന് നിങ്ങൾ ഒരു മാധ്യമത്തിലും കണ്ടില്ല, ഒരു ആളുടെയും പ്രഖ്യാപനം കണ്ടില്ല. സമരസമിതി ഇപ്പോൾ ആശ്വസിക്കുന്നുണ്ട്, അവർ സന്തോഷം പ്രകടിപ്പിച്ചു, ലഡ്ഡു വിതരണം ചെയ്തു. അത് ചിലപ്പോൾ അപ്പണ്ട വൈകാരികതയാകാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് അപ്പം സമരം നിർത്താലോ. ഇനി നിയമപരമായി ഉറപ്പായല്ലോ, ഇനി ആരുടെയും സഹായവും വേണ്ടല്ലോ, ഒരു കമ്മീഷന്റെ ശുപാർശയും വേണ്ടല്ലോ. പക്ഷെ അവരങ്ങനെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമം ചിലരും നടത്തുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ കൂടെ ഒന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് വെച്ചിട്ട് സംസ്ഥാന സർക്കാരിന്റെ മേൽ ചാരാൻ അവരുടെ ബി ടീമും കേരളത്തിൽ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗമായിരുന്നു ഈ KCBC അടക്കമുള്ള ആളുകൾ ആ നേതൃത്വം ഈ വഖഫ് ബില്ലിനെ കേരളത്തിലേക്ക് പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞതുപോലും അല്ല, അവര് ചിലപ്പോ തെറ്റിദ്ധരിച്ചിട്ടാകാം. അവരും ഇപ്പോ ഒരു പരിഹാരം ഇതോടുകൂടി ഉണ്ടാകും. ഈ മുനമ്പത്തിന്റെ പ്രശ്നത്തിന് മാത്രമായിരിക്കും പരിഹാരം എന്ന് ഇപ്പൊ ഞാൻ പറയുള്ളൂ. ഈ ഒരു നിയമവും ഏത് നിയമത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വഖഫിനെ പലവണ ഭേദഗതി ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ വന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, വഖഫിന്റെ ഭരണസമിതിയിൽ തന്നെ മുസ്ലിമുകളല്ലാത്ത ആളുകൾ വരുന്നു. അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തന്നെ ആ മുസ്ലിമാകാം. ഇത്തരം പ്രശ്നം ഇപ്പോൾ ദേവസ്വം ബോർഡിൽ അങ്ങനെ വന്നത്, നാളെ അല്ലെങ്കിൽ ചർച്ചിന്റെ ഇപ്പോൾ അതിനുശേഷം ഓർഗനൈസർ ലേഖനം വന്നല്ലോ, കേരളത്തിന്റെ സൗത്ത് അവരുടെ മിഷൻ പരാജയപ്പെടുമെന്ന ചില ഇത് വന്നപ്പോഴാണ് പെട്ടെന്ന് പിൻവലിച്ചത്. പക്ഷെ അത് പബ്ലിക് ഡൊമൈനിൽ വന്നു കഴിഞ്ഞു. 20,000 കോടി രൂപ ഇപ്പൊ ആസ്തിയുള്ള ഭൂമി ക്രിസ്ത്യൻ പള്ളിയുടെ കയ്യിലാണുള്ളത്, അതും പിടിക്കേണ്ടി വരും എന്ന മട്ടിലുള്ള ഒരു ഭീഷണിയാണ് നടത്തിയിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു ഇപ്പോ അത്തരം ആഹ്വാനം നടത്തിയവർക്ക് ഇപ്പൊ അതിന്റെ സമഗ്ര പദ്ധതിയുടെ ഭാഗമാണിതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മുനമ്പത്തിന്റെ സങ്കീർണതകളുള്ള പ്രശ്നത്തിൽ എനിക്ക് തോന്നുന്നു ഈ കമ്മീഷൻ ഇപ്പോ വഖഫ് ആണെങ്കിൽ ഇതാണ് പരിഹാരം. അതിപ്പോ ഈ ഓർഗനൈസർ ലേഖനമൊക്കെ അവരും വായിക്കുമല്ലോ, ജബൽപൂർ അവർ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതെല്ലാം നമ്മൾ പറയേണ്ടതില്ല. അവർക്ക് കാര്യം വിവേകമുള്ള, അതുപോലെ തന്നെ നല്ല വിവരമുള്ള ഒരു നേതൃത്വമാണല്ലോ അവർക്കൊക്കെ ഉള്ളത്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇപ്പൊ തന്നെ. അല്ല, ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ ആദ്യമായി കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അക്വിസിഷൻ അല്ല തെറ്റ്, ഗ്രാബ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ഗ്രാബ് ചെയ്യുന്ന സമീപനം ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ അതിനെ എങ്ങനെ തെറ്റെന്ന് പറയാൻ കഴിയും എന്നാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അവരുടെ കണക്കപ്പെടുത്തിട്ട് വഖഫ് ബോർഡിനേക്കാൾ കൂടുതൽ സ്വത്ത് അവരുടെ കയ്യിലുണ്ടെന്ന് ഓർഗനൈസർ ആധികാരികമായി പ്രഖ്യാപിക്കുമ്പോൾ തിരുത്തി എന്ന് പറയും. അത് വിവാദം വന്നപ്പോൾ പിൻവലിക്കുന്നതല്ലേ. അതിപ്പം ഏത് കാര്യത്തിലും വിവാദം വരുമ്പോൾ ഉറച്ചു നിൽക്കാൻ കഴിയില്ലെങ്കിൽ പിൻവലിക്കുന്ന സമയം അങ്ങനെ ആകണമെന്നില്ല. ഞങ്ങളുടെ കള്ളി ഇപ്പോൾ വെളിച്ചത്താവുമ്പോൾ തൽക്കാലം അത് അടുത്തുനിന്ന് അടച്ചു വയ്ക്കാന്ന് കരുതുന്നാകാം. തൽക്കാലം കള്ളി ഇപ്പൊ അവരുടെ പദ്ധതി ഉണ്ടല്ലോ, വഖഫ് വെച്ചിട്ട് അവർ മുനമ്പം ഉപയോഗിച്ചിട്ട് ചില മേഖലകളിൽ കിടന്നു കയറാൻ പറ്റുമോ എന്ന ശ്രമം അവര് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ ഉദ്ദേശം ഇതാണെന്ന് പകല് പോലെ വ്യക്തമാകുന്ന ലേഖനം പുറത്തേക്ക് വരുന്നു. അപ്പൊ ഉടൻ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം, തൽക്കാല രാഷ്ട്രീയ ലക്ഷ്യത്തിന് അപകടം കിട്ടുമെന്ന് അവർ തോന്നുന്നു. അപ്പൊ തൽക്കാലം പിൻവലിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ നിൽക്കല്ലേ ചെയ്യുന്നത്. പൊതുവെ അങ്ങനെ കരുതാത്ത ആരെങ്കിലും നാട്ടിലുണ്ടോ? മറ്റൊരു കാര്യം, സ്റ്റേറ്റിലെ വഖഫ് ബോർഡ് നീട്ടിക്കൊടുത്ത കാലാവധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ പുതിയ വഖഫ് ബോർഡ് വളരെ വേഗത്തിൽ രൂപീകരിക്കേണ്ടി വരും. പുതിയ വഖഫ് സ്കീം അനുസരിച്ചായിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ? അതെല്ലാ വശവും നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇപ്പോ തരത്തിലുള്ള എതിർപ്പ് അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ ഭാഗത്തുണ്ടാവും. കാരണം അല്ല, നമ്മള് നിയമം അത് സംബന്ധിച്ചിപ്പോ കോടതിയുടെ മുൻപിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാ വശവും പരിശോധിച്ചിട്ടായിരിക്കും സർക്കാർ സംബന്ധിച്ച് തീരുമാനമെടുക്കുക. പുതിയ വഖഫ് ബോർഡ് അങ്ങനെയെങ്കിൽ രൂപീകരിക്കുമ്പോൾ എന്തായിരിക്കും സ്റ്റേറ്റ് സ്വീകരിക്കാൻ പോകുന്ന മാർഗം? അതിന് ഞാൻ പറഞ്ഞേ, രൂപീകരിക്കുന്നത് എങ്ങനെയാകണം എന്നത് സംബന്ധിച്ച് നിയമത്തിന്റെ സാധുത, അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് മാത്രമേ സർക്കാർ തീരുമാനമെടുക്കുള്ളൂ. സ്റ്റാലിനും RJD കക്ഷി ചേർന്നുണ്ട്, സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കേരള ഗവൺമെന്റും
നമ്മളെല്ലാം വശം നോക്കുന്നേ ഉള്ളൂ. എന്തായാലും ഈ നിയമത്തിനെതിരെ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. സാധ്യമാകുന്ന രൂപത്തിൽ അതിനെ എതിർക്കാൻ ശ്രമിച്ചു. നിയമസഭ ഏകകണ്ഠമായ പ്രമേയം പാസാക്കി. നമ്മൾ എല്ലാ ഇടതുപക്ഷം മാത്രമല്ല പ്രതിപക്ഷം പൊതുവെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഏതെല്ലാം മാർഗങ്ങൾ സാധ്യമാകും, അതാണ് ഇപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടും. സാധ്യമാകുന്ന എല്ലാ രൂപത്തിലും ഈ നിയമത്തെ പരാജയപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് പൊതു നിലപാട്. സഭകളുടെ പേരിൽ ലേഖനം ഓർഗനൈസർ തന്നെ, അതിനിടയിലാണ് ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണവും ഇടത് വലത് മുന്നണികളെ വിമർശിച്ചുകൊണ്ട് ഈ താമരശ്ശേരി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നത്. അവർക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം വന്നിട്ടുണ്ടല്ലോ. അവരിപ്പോ ഓരോ പ്രശ്നങ്ങളെ പരിഗണിച്ചപ്പോ പെട്ടെന്നൊരു പ്രശ്നം വരുന്നു, അപ്പുണ്ടാകുന്ന പ്രതികരണമായിട്ട് കണക്കാക്കിയാൽ മതി. അവർക്ക് അതിനുള്ള അവകാശങ്ങളുണ്ട്. അത്തരം പരീക്ഷണങ്ങളെല്ലാം കേരളം കണ്ടിട്ടുള്ളതാണല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ സമഗ്രതയിൽ കാണാനായിട്ട് സഭാ നേതൃത്വത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു താൽക്കാലിക പ്രശ്നം കാണുമ്പോൾ അത് മറ്റു പേപ്പർ ഇങ്ങനെ ഇത് വിളിച്ചുകൊണ്ടു പോകുന്ന പോലെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് ഓടക്കുഴൽ വാദ്യം കേൾക്കുമ്പോൾ ഒരു തിരിച്ചറിവ് സാധാരണഗതിയിൽ സഭാ നേതൃത്വത്തിനും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.